പല വിഷയങ്ങളും ഈ തവണ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി, രണ്ടാമത്തെ ചോദ്യമായി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് BJPയുടെ സാന്നിധ്യമാണ്. 17,000 വോട്ടാണ് കെ സുരേന്ദ്രന് ലോക്സഭയിൽ കിട്ടിയത്. 17,000 വോട്ട്. ശരാശരി 8,000 മുതൽ 10,000 വോട്ടുകൾ വരെ നിയമസഭയിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് BJPയുടേത്. ഈ വോട്ട് ആർക്ക് പോകും? അതായത് ഭൂരിപക്ഷം 5,000-നും 6,000-നും, കഴിഞ്ഞ നമ്മുടെ 2,700 വോട്ടിന് മാത്രമേ ഭൂരിപക്ഷം ഉള്ളൂ എന്ന് ഓർമ്മിക്കണം. 5,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കണം. 5,000-നും 10,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം നിശ്ചയിക്കുന്ന ഒരു മണ്ഡലത്തിൽ 17,000 വോട്ട് ലോക്സഭയിൽ BJPക്ക് പോൾ ചെയ്തവരുടെ വോട്ട് ആർക്ക് പോകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10% വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 43% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ട് എങ്ങനെയായിരിക്കും? അത് വിഘടിക്കപ്പെടുമോ? PV അൻവറിൻ്റെ സാന്നിധ്യം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ലീഗ് വോട്ടുകളെ ഭിന്നിപ്പിക്കുകയോ ഏകീകരിക്കുകയോ ചെയ്യുക? ഏറനാട് PK ബഷീർ എന്ന വളരെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് എനിക്കറിയാം. ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ, ഇനി VS ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയാം. ആര്യാടൻ ഷൗക്കത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണ് ഈ ഘട്ടത്തിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും ഒടുവിലുള്ള സൂചനകൾ പ്രകാരം. പ്രസംഗം വെറുതെയായി എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നുണ്ട്. വന്യജീവി വിഷയം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 60-65% വനമേഖല, അവിടെയുള്ള കർഷകരുടെ സാന്നിധ്യം, ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.